സംഘർഷത്തിന് നടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ചൈനീസ് പ്രസിഡന്റും ചർച്ച നടത്തിയതായി വിവരം. തായ്വാനെയും സാമ്പത്തിക മേഖലയും ചൊല്ലി ജോ ബൈഡനും ഷി ജിൻപിങ്ങും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായതായും വിവരങ്ങൾ വരുന്നു. പി ബി ജെയിംസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ വിവരങ്ങൾ, ഈ വാർത്തയുടെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ഒരുപാട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ശക്തികളായിട്ടുള്ള അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു ഉച്ചകോടി എന്ന പോലെ ഒരു ചർച്ച നടന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും തമ്മിൽ നടന്ന ചർച്ചകളിൽ ചില കാര്യങ്ങളിൽ, ഇപ്പോൾ കാലാവസ്ഥ പോലുള്ള കാര്യങ്ങളിലൊക്കെ യോജിപ്പുണ്ടായി, പക്ഷേ പ്രധാന കാര്യങ്ങളിൽ അവർ തമ്മിൽ വളരെ ശക്തമായ അഭിപ്രായ ഭിന്നതയും ഏറ്റുമുട്ടലുണ്ടായി എന്നാണ് വാർത്തകൾ വരുന്നത്. പ്രത്യേകിച്ച് തായ്വാൻ്റെ കാര്യത്തിൽ തായ്വാന് പൂർണ്ണമായി പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക. അമേരിക്കയിൽ ഇപ്പോൾ പുതിയ അമേരിക്കൻ പിന്തുണയുള്ള ആളാണ് വീണ്ടും അവിടുത്തെ പ്രസിഡൻ്റായിട്ട് അടുത്ത മാസം ചാർജ് എടുക്കുന്നത്. വില്യം ലായ് തായ്വാൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അത് അമേരിക്കയുടെ പിന്തുണയോടെയാണ്. ചൈന പിന്തുണച്ചുകൊണ്ട് മത്സരിച്ചിരുന്ന പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് പരാജയപ്പെട്ടു. ചൈന വല്ലാത്ത ഇതിലാണ്. അപ്പോൾ ചൈനീസ് പ്രസിഡന്റ് അമേരിക്ക തായ്വാനിൽ നടത്തുന്ന ഇടപെടലിനെ ശക്തമായി വിമർശിച്ചു. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് വഴങ്ങിയില്ല. ജോ ബൈഡൻ പറഞ്ഞിട്ടുണ്ട്, തായ്വാൻ അങ്ങനെ ഏറ്റെടുക്കാൻ ചൈന തയ്യാറായാൽ സൈനികമായിട്ട് ഏറ്റുമുട്ടാൻ വരെ ഞങ്ങൾ തയ്യാറാവുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്തായാലും ദക്ഷിണ ചൈന കടൽ, ഇന്ത്യ ചൈന അതിർത്തി സംഘർഷം അടക്കം ചർച്ചയായി എന്നാണ് മനസ്സിലാവുന്നത്. അതുപോലെ സാമ്പത്തിക മേഖലയിൽ ചൈനീസ് കമ്പനികളെ വിലക്കുന്നതിൽ ചൈനീസ് പ്രസിഡന്റ് അതീവ അതായിട്ടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചു. ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം ചൈന ഇവിടുത്തെ രഹസ്യങ്ങൾ, അമേരിക്ക ഇവിടെ രഹസ്യങ്ങൾ ചോർത്തുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചു എന്നാണ് അറിയുന്നത്. എന്തായാലും ഇവർ തമ്മിൽ നേരിട്ട് സംസാരിച്ചു എന്നുള്ളത് വലിയ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഒരു അവസ്ഥയിൽ ആശ്വാസകരമാണ്. ഇന്ത്യയും വളരെ ഗൗരവത്തോടെയാണ് അമേരിക്ക ചൈന ബന്ധങ്ങളെയും ഈ ചർച്ചയെയും കാണുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാണ്. പക്ഷേ ഇതിനിടയിൽ ചില കാര്യങ്ങളിൽ അസ്വാരസ്യങ്ങളുണ്ടായി. അതിലിടപെടാൻ ചൈന ശ്രമിച്ചു. ചൈന അമേരിക്ക ഇന്ത്യ വിഷയത്തിൽ ഇടപെടണ്ട എന്ന് ഇന്ത്യക്ക് പറയേണ്ടി വന്നു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം അമേരിക്ക ചൈന പ്രസിഡന്റുമാർ തമ്മിലുള്ള ഈ ചർച്ചയെ കാണാൻ. ഉക്രൈൻ യുദ്ധവും അപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധവും ചർച്ചയായി എന്നുകൂടിയാണ് കേൾക്കുന്നത്. എന്തായാലും അമേരിക്കയിൽ ഈ വർഷം തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ചൈനയുമായിട്ടുള്ള ബന്ധങ്ങളിൽ കുറച്ചും കൂടിയും അയവ് വരുത്താൻ ഒരുപക്ഷെ അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ടാവണം. ആ തരത്തിലാണ് ചർച്ച നടന്നിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു പി ബി ജെയിംസ്. ഇനി വിദേശ വാർത്തകൾ നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ.